അത് നമ്മൾ പോകുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം വൈകുകയാണ്. ആവശ്യമെങ്കിൽ പേർഷ്യൻ ഗൾഫിൽ പോരാട്ടം പുനരാരംഭിക്കാൻ US സൈന്യം തയ്യാറാണെന്നും ആദ്യ ദിവസത്തേക്കാൾ ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞു. അമേരിക്ക തങ്ങളുടെ നാവിക ഉപരോധം തുടരുന്നതിനിടെ നയതന്ത്രത്തെ വഞ്ചിച്ചുവെന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് മൊഹ്സെൻ റസായിം ആരോപിക്കുന്നുണ്ട്. അജയ് സുധാബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. ഈ എല്ലാം കഴിഞ്ഞു, ശുഭാവസാനം ആയി, പശ്ചിമേഷ്യയിൽ സമാധാനം പിറക്കുന്നു എന്നൊക്കെ നമ്മൾ കരുതിയതാണ്. പക്ഷേ എന്താണ് ഇത്ര താമസം? എന്താണ് ട്രംപ് പ്രഖ്യാപിക്കാത്തതെന്നും? ഇപ്പോൾ ആർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം തന്നെയാണ് ട്രംപിൻ്റെ ഒരു മൗനം. എല്ലാ കാര്യത്തിലും കൃത്യമായിട്ടുള്ള നിലപാടുകളെടുത്ത് മറ്റ് രാജ്യങ്ങൾക്ക് നേരെ ആവശ്യമെങ്കിൽ ഭീഷണിയും മുഴക്കി മുന്നോട്ട് പോരുന്ന നേതാവായിരുന്നു ട്രംപ്. പക്ഷേ ഈ സിറ്റുവേഷൻ റൂമിൽ വെച്ചുള്ള ട്രംപിൻ്റെ തൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായിട്ടുള്ള യോഗം, ആ യോഗത്തിന് ശേഷമുള്ള ട്രംപിൻ്റെ പ്രതികരണം തീർച്ചയായിട്ടും ഇതുവരെയുള്ള ട്രംപിൻ്റെ പ്രതികരണങ്ങളിൽ ഏറ്റവും നിർണായകമാകുമായിരുന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ തീരുമാനമാകുമായിരുന്നു ആ യോഗത്തിന് ശേഷം ട്രംപ് എടുക്കാൻ പോകുന്ന ആ ഡിസിഷൻ. പക്ഷേ എല്ലാവരും കാതോർത്തിരുന്ന ആ തീരുമാനം അത് ഇപ്പോഴും എന്നെന്നില്ലാതെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ട്രംപ് ഇങ്ങനെ ഒരു മൗനം തുടരുന്നത് എന്ന് ആർക്കും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതുവരെ എന്തെങ്കിലും കാര്യത്തിന് ട്രംപ് എന്തെങ്കിലും തരത്തിലുള്ള ഒന്നുകിൽ ട്രൂ സോഷ്യൽ വഴി ഒരു പോസ്റ്റോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് ഒരു പ്രതികരണമോ നടത്തേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവനയും വന്നിട്ടില്ല. US-ന്റെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇറാനുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ ഞങ്ങൾ പേർഷ്യൻ ഗൾഫ് വഴി പോരാട്ടം ഇനിയും ആരംഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അദ്ദേഹം ഒരു സാഹചര്യം മുന്നോട്ട് വെച്ചിട്ടാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഇറാൻ തങ്ങളുടെ സമാധാന കരാർ തള്ളിക്കളയുകയാണെങ്കിൽ പോരാട്ടം മുന്നോട്ട് ആരംഭിക്കാൻ തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാണ് പീറ്റ് ഹെഗ്സെറ്റ് നൽകുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ രൂപീകരിച്ചിട്ടുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനുള്ള കരട് രേഖ, അതിനെ സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ ട്രംപ് തന്നെ തൻ്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ട് വഴി ഈ വൈറ്റ് ഹൗസിലുള്ള യോഗത്തിന് മുൻപ് പങ്കുവച്ചിരുന്നു. അതിനുശേഷം ഈ യോഗത്തിന് ശേഷമാണ് അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ഒന്നും തന്നെ നടത്താത്തത്. അപ്പോൾ ഈ യോഗത്തിന് ശേഷം ഇറാനിയൻ മാധ്യമങ്ങളിൽ ചില പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. അതായത് ഈ ട്രംപ് പറഞ്ഞിട്ടുള്ള പല അവകാശവാദങ്ങളും തെറ്റാണ് എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ ആരോപിച്ചത്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിലുള്ള ഗതാഗതം, അതുപോലെ ഇറാന്റെ ആണവ പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യം, ഇതെല്ലാം ട്രംപ് അവകാശപ്പെടുന്നത് തെറ്റാണ് എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ. അതുമാത്രമല്ല ഇറാന്റെ ചില മുതിർന്ന ഭരണാധികാരികളും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു മറുപടി എന്നോണമാണ് ഇപ്പോൾ പീറ്റ് ഹെഗ്സെറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രതികരണം വരുന്നത്. അതായത് എന്തെങ്കിലും തരത്തിൽ ഇറാൻ തങ്ങളുടെ ഈ സമാധാന കരാർ തള്ളിക്കളയുകയാണെങ്കിൽ പോരാട്ടം പുനരാരംഭിക്കാനും മടിക്കില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് പീറ്റ് ഹെഗ്സെറ്റ് നിലവിൽ നടത്തിയിട്ടുള്ളത്. അതേസമയം ഇറാനിലും ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ സർക്കാരിന് വലിയ പിന്തുണയുമായി ജനക്കൂട്ടം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം വീണ്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ സർക്കാർ തലത്തിൽ വലിയ ഭിന്നതകൾ ും നേതാക്കൾ തമ്മിൽ ഐക്യമില്ലെന്നും അമേരിക്ക നിരന്തരം പറയുന്ന പശ്ചാത്തലത്തിലാണ് നിലവിൽ സർക്കാരിന് പിന്തുണയുമായി ഇത്ര വലിയ ഒരു ജനക്കൂട്ടം തെരുവിലേക്ക് ഇറങ്ങിയത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഈ വലിയ റാലി അവിടെ അരങ്ങേറിയത്. മാത്രമല്ല ഇനി അടുത്തൊരു പോരാട്ടം ആരംഭിക്കുകയാണെങ്കിൽ കൂടുതൽ ആയുധങ്ങൾ ഉൾപ്പെടെ മേഖലയിലേക്ക് എത്തിച്ച് ഈ പോരാട്ടം കൂടുതൽ സജ്ജമാക്കാൻ തന്നെയാണ് ഇറാന്റെ ഒരു നീക്കം. അതേസമയം നമ്മൾ ഇസ്രായേലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ലെബനനിലുള്ള ആക്രമണം അത് ഇപ്പോഴും നിർദാക്ഷിണ്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് അംഗമൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമുണ്ട്. കൂടുതൽ കുട്ടികൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ള ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. UN-ഉം നിരവധി മനുഷ്യാവകാശ സംഘടനകളും ഇസ്രായേലിനോട് ഈ ഒരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്.
ഈ തെക്കൻ ലെബനിലുള്ള കൂടുതൽ മേഖലകളിലേക്ക് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക തന്നെയാണ് ഇസ്രായേൽ നിലവിലെ സാഹചര്യത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ലെബനനിൽ നടക്കുന്ന പോരാട്ടം ഉൾപ്പെടെ അവസാനിപ്പിച്ചാലേ ഇറാൻ ഒരു സമാധാന കരാറിന് പൂർണ്ണമായിട്ടും തയ്യാറാകൂ എന്നുള്ളതും ഇവിടെ ഒരു പ്രതിസന്ധിയായി തുടരുകയാണ്. പക്ഷേ അമേരിക്ക ഇത്തരമൊരു ആവശ്യം അംഗീകരിക്കുന്നില്ല. US-ഉമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അമേരിക്കയ്ക്ക് നിലവിലുള്ളൂ. പക്ഷേ ലെബനൻ അത് വലിയൊരു തലവേദനയായി US-ന് മുന്നിൽ ഇപ്പോഴുമുണ്ട്. ലെബനന്റെ കാര്യം കൂടി പരിഗണിക്കാതെ ഇറാൻ ഒരു കരാറിന് തയ്യാറാകുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ട്രംപ് ഉടൻ തന്നെ ഒരു പ്രതികരണം നടത്തും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ട്രംപിന്റെ ഈ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ ഭാവി മാത്രമല്ല വിപണിയുടെ ഭാവിയും ഇതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ ഏഷ്യൻ മാർക്കറ്റ് തുറക്കും. അതിനുശേഷം ഈ എണ്ണവിലയിൽ ഉൾപ്പെടെ വലിയൊരു പ്രതിഫലനം കാണാൻ സാധിക്കും. അതെല്ലാം ട്രംപിന്റെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയിരിക്കും. അജയ്, ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് നശിപ്പിക്കണം എന്നുള്ള കാര്യം, മറ്റൊന്ന് ഹോർമസ്, ഇത് രണ്ടുമായിരിക്കുമല്ലോ സ്വാഭാവികമായും അവിടെ ഒരു തടസ്സമായി ഒരു കരാറിലേക്ക് എത്താൻ വിഘാതമായി നിൽക്കുന്ന കാര്യം. അപ്പോൾ എന്താണ് ഇറാന്റെ ഒരു നിലപാട് എന്താണ്? അപ്പോൾ അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് ഒന്നെങ്കിൽ യുദ്ധത്തെ നേരിടുക അല്ലെങ്കിൽ കരാർ ഒപ്പിടുക എന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകുന്നു. പക്ഷേ എങ്കിലും ടെഹ്റാൻ ഇതിലൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ. ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം, ആ യുറേനിയം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സഹായത്തോടെ US നശിപ്പിച്ച് കളയും എന്നുള്ളതാണ്. ഇതിൽ US-ന്റെ ഒരു പങ്ക് അതൊരിക്കലും എടുത്തു കളയാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവർ എക്സ്ട്രാക്ട് ചെയ്യാം എന്നുള്ള ഓഫറൊക്കെ അമേരിക്കയ്ക്ക് മുന്നിൽ വച്ചതാണ്. പക്ഷേ ട്രംപ് ഇതിനൊന്നും സ്വീകാര്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അമേരിക്ക ഇത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സഹായത്തോടെ നശിപ്പിക്കും എന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ട്രൂ സോഷ്യൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിലാണെങ്കിലും വ്യക്തമാക്കുന്ന കാര്യം. പിന്നെ ഇറാൻ ഇനി ഒരിക്കലും ഒരു ആണവായുധം നിർമ്മിക്കരുത്, ഭാവിയിലാണെങ്കിലും ഇത്തരം നീക്കങ്ങൾ നടത്തരുത് എന്നുള്ള ഒരു ആവശ്യം കൂടി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരം ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും ഇറാൻ അംഗീകരിച്ചാൽ മാത്രമേ സമുദ്രതലത്തിൽ അമേരിക്ക നടത്തുന്ന ഉപരോധങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല എല്ലാ കാര്യങ്ങൾ ശുഭകരമായി നടക്കുകയാണെങ്കിൽ പതിയെ അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ മരവിപ്പിച്ചു വെച്ചിട്ടുള്ള സ്വത്തുവകകൾ വിട്ടു നൽകുന്നതും മറ്റ് സാമ്പത്തിക ഉപരോധങ്ങൾ എടുത്തു കളയുന്നതും പരിഗണനയിലുണ്ടെന്നും ട്രംപ് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇറാനെ സാമ്പത്തികമായി ഞെരുക്കുന്ന നീക്കങ്ങൾ, അതിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്ന് ഇറാനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുകയാണ്. അപ്പോഴാണ് IRGC-യുമായി അടുത്ത് നിൽക്കുന്ന ചില ഇറാനിയൻ മാധ്യമങ്ങൾ ഈ ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു തീരുമാനവുമായിട്ടില്ല, ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിലും ഈ സമാധാന കരാറിലുമാണെങ്കിലും ഈ ആണവ വിഷയങ്ങളൊന്നും തന്നെ തങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ചില ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത്. അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ്. അതിന് ഒരു പ്രതികരണമായിട്ടാണ് പീറ്റ് ഹെഗ്സെറ്റ് കഴിഞ്ഞ ദിവസം തങ്ങൾ യുദ്ധം ആരംഭിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അപ്പോൾ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി തന്നെ ഇത്തരം ഒരു പ്രതികരണം നടത്തുന്നത് തീർച്ചയായിട്ടും ഇറാനെ അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഇത്തരത്തിൽ കൂടുതൽ ഇറാനെ വരിഞ്ഞു മുറുക്കാനായിട്ട് US ശ്രമിക്കുന്നുണ്ട്. ഇതിന് ഇറാന്റെ തുടർ പ്രതികരണം എന്താകും എന്നുള്ളതും തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. ഒരു സംഘർഷാവസ്ഥ നിലനിന്നിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു സമാധാന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. 2 ദിവസം ഇറാനിൽ ഉൾപ്പെടെ ആക്രമണങ്ങളൊക്കെ US-ന്റെ ഭാഗത്തു നിന്നും ഇറാന്റെ തിരിച്ചടി എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു സമാധാന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ഇപ്പോഴും പ്രതിസന്ധിയായി നിൽക്കുന്നത് ട്രംപ് തന്റെ തീരുമാനം അറിയിക്കുന്നത് ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നതിലാണ്. ശരി, അജയ് സുധാബിജു ആണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേർന്നത്.